കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി തുടർ ചികിത്സകൾക്കായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. 7:30യോടെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. മകളുടെ ചികിത്സാ സഹായമടക്കം ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. ബിന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസമെന്ന് അമ്മ സീതാലക്ഷ്മിയും ഓർത്തെടുക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ബിന്ദുവിന്റെ മകൾ നവമി ഇന്ന് വീണ്ടും ചികിത്സയ്ക്കായി പുറപ്പെട്ടിരിക്കുകയാണ്. നവമിയുടെ ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജിൽ കഴിയവെയാണ് അപകടം നടക്കുകയും ബിന്ദുവിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കി അതിന്റെ ദുഃഖത്തിൽ കഴിയവേ തന്നെയാണ് നവമി വീണ്ടും ആശുപത്രിയിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. ചിറ്റൂരിൽ, ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന നവമി ചികിത്സാർത്ഥം കൂടിയാണ് തിരിച്ച് നാട്ടിലേക്ക് വരികയും ചികിത്സ പൂർത്തിയാക്കി തിരിച്ച് മടങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും അമ്മയെ നഷ്ടപ്പെടുന്നതും. അമ്മയെ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് നവമി ഇന്നും ചികിത്സയ്ക്കായി വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. നമുക്ക് നവമിയുടെ പിതാവ് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ കൂടെ നമുക്കൊപ്പം ഉണ്ട്. നവമി വേദനയോടുകൂടി തന്നെയായിരിക്കും വീണ്ടും ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. ഡോക്ടർമാരെന്താണ് പറയുന്നത്? ഡോക്ടർമാർ പറഞ്ഞത് ചെല്ലാനാ പറഞ്ഞത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ചികിത്സാ സഹായം അടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, ഫുള്ളായിട്ട് നടത്താമെന്നാണ് പറഞ്ഞത്. അത് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി അവർ നോക്കിക്കോളൂ. നമുക്ക് ഈ ദിവസം ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മാറ്റം വരുത്തണ്ട, അങ്ങ് ചെല്ലാൻ. ബാക്കിയുള്ള കാര്യം ചികിത്സാ സഹായം എല്ലാം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. എത്ര നാൾ ആശുപത്രി കഴിയേണ്ടി വരും? അത് നമുക്കറിയത്തില്ല, ഡോക്ടർ പറയണ്ടേ. ഡോക്ടർ ആ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ചികിത്സ പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് പഠനത്തിന് ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? തീർച്ചയായും. ഭേദമായി അസുഖമൊക്കെ മാറിയതിന് ശേഷം പഠിക്കാൻ പോകണമല്ലോ, അപ്പോൾ അങ്ങനെ പോകാനാ. ബിന്ദുവിന്റെ മരണശേഷം നിരവധി വാഗ്ദാനങ്ങളും ഉറപ്പുകളും അടക്കം ലഭിച്ചിട്ടുണ്ട്. പാലിക്കപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത്, ഇപ്പം വാഗ്ദാനങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ വായിക്കല്ല ഈ ഏറ്റ ആളുകളാണ്. അത് നമ്മളത് ചെയ്താൽ കൊള്ളാം എന്ന് ഞാനേ പറയുന്നുള്ളൂ. അങ്ങനെ അല്ലേ, ഞാനും അങ്ങനെ വിശ്വസിച്ച് നടക്കുന്ന ആളാണ്. ചെയ്താൽ കൊള്ളാം. നമ്മളിപ്പം ചെയ്യണം നമ്മൾ പറഞ്ഞ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനൊരു വിഷമമൊന്നുമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളിത്രയും വേദന തിന്ന് നിൽക്കുന്ന ഒരാൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാനും ഒരു വാർദ്ധക്യ സഹജമായ ഒരു മനുഷ്യനാണ്. എനിക്കും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാനും ഈ അസുഖം, ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നും നല്ലോണം പൂർണ്ണ ആരോഗ്യവാനല്ല. അങ്ങനെ തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇന്നും നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അക്ഷരം പ്രതി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കാര്യങ്ങളും പറയുകയല്ലേ, ഇപ്പം അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ വിശ്വസിക്കുക. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇവിടെ സന്ദർശനത്തിന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. വരട്ടെ, നമ്മുടെ വീട്ടിൽ വരട്ടെ, നമ്മുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരട്ടെ. ഞാൻ നേരത്തെയും പറഞ്ഞ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരെയും ഇത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ നവമിയുടെ സഹോദരൻ നവനീതും വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ ചടങ്ങല്ലേ, ചടങ്ങിനെ വേണമല്ലോ. അപ്പം എൻ്റെ ഭാര്യയുടെയും അവൻ്റെ അമ്മയുടെയും ഇന്ന് പിന്നെ സഞ്ചാന്യമാണ്. അപ്പം ബാക്കിയുള്ള ചടങ്ങുകൾക്ക് മകൻ വേണമല്ലോ. അപ്പം അത് നിൽക്കട്ടെ. അങ്ങനെ ബാക്കി ആൾക്കാരാണ് പോയത്. ഞാനും ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭംഗിയാണ്. നവമി ഇന്ന് പിന്നെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണല്ലോ. നവമി ഇപ്പോൾ രണ്ടാമത് ചികിത്സയ്ക്ക് പോയിരിക്കുക. അന്നത്തെ ആക്സിഡൻറ്റിൽ പിന്നെ എല്ലാം താറുമാറായില്ലേ. എൻ്റെ മോളും അങ്ങ് പോയില്ലേ. എൻ്റെ വെളിപ്പോട്ട് പോലെ ഒരു വസ്തു അങ്ങ് പോയില്ലേ. ഇനി കുഞ്ഞു മറ്റുള്ളവർ കൊണ്ടുപോയിരിക്കുക. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ മാഡം പറഞ്ഞിട്ടുണ്ട്, വല്യമ്മ വിഷമിക്കണ്ട, അമ്മച്ചിയുടെ കുഞ്ഞിൻ്റെ എല്ലാ ചികിത്സ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നവരാരാണോ, ഏത് ഭരണാധികാരാണോ, ഏത് രാജ്യപ്രധാനികളാണോ, ഏത് MLA-മാരാണോ, ഏത് മന്ത്രിയാണോ, എല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ഉറച്ച് വിശ്വസിക്കുക. ആരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരിക്കുക. ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ സർവ്വതും നടക്കും. നവമി ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ഭർത്താവും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും മകൻ നവനീതും വീട്ടിൽ തന്നെയുണ്ട്. ചികിത്സ പൂർത്തിയാക്കി പഠനത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നവമിയുള്ളത്. ആ വേദന കുടുംബം മറന്നു കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ യാത്ര ദുഃഖത്തോടെയാണ് ആ കുടുംബം സ്വീകരിക്കുന്നത്. ഏതായാലും നവമി വീണ്ടും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. മുഹമ്മദ്